എടി, അനിയത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചതാ അല്ലേ? ഒരിക്കലുമല്ല. കണ്ണേട്ടൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ പൈനാപ്പിൾ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കിയത്. അതിന്റെ ബാക്കി ജാറിലിരുന്നതാ കരുണ എടുത്ത് കുടിക്കാൻ പോയത്. ഒന്നുമല്ല, നിനക്കില്ലാത്ത ഭാഗ്യം എനിക്ക് വേണ്ടാന്ന് നീ തീരുമാനിച്ചതാ. എന്താ ഇവിടെ? ഇപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നേനെ. ഇവള് പൈനാപ്പിൾ ജ്യൂസ് ജാറിലാക്കി വെച്ചിട്ട് പോയതാ, മനഃപൂർവ്വം ഞാൻ എടുത്ത് കുടിക്കാൻ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് അച്ഛനും മുത്തശ്ശി ഒരുപാട് ലാളിച്ച് വളർത്തിയ കുട്ടിയാ ഇവള്. അതിന്റെ പക്വത കുറവ് ഇവൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് കുഞ്ഞിനത് ദോഷം ചെയ്യുന്ന നിങ്ങൾക്കറിയില്ലേ? ഉണ്ണി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ഭാഗം കേൾക്കാതെയാ നീ ഓരോന്ന് പറയുന്നത്. ഞാൻ കണ്ണേട്ടന് വേണ്ടിയിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അതെടുത്ത് കുടിക്കാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും അതിനെ ലാളിക്കുന്നതും നിനക്ക് കാണാനുള്ള ശേഷിയില്ല. അതൊഴിവാക്കാനാ നീ ഇപ്പൊ ഈ വേണ്ടാത്ത പണി കാണിച്ചത്. നിന്റെ വിശ്വാസം അതാണെങ്കിലേ ഇനി പഴയ പോലെ എന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കൂടുതൽ സംസാരിക്കാനൊന്നും ഞാനില്ല. എന്റെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ട് എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണേട്ടന്റെ ഭാര്യയായി വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അധികാരം ഇവിടെ കൂടുതലാ. എന്നുവെച്ച് എന്റെ കുഞ്ഞിനെ കളയാൻ അതിബുദ്ധി എങ്ങാനും കാണിച്ചാ നിങ്ങൾക്ക് അതിനുശേഷം ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? നീ ഇപ്പൊ പറഞ്ഞല്ലോ ഇവക്ക് പക്വതയില്ലാന്ന്. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് ഇവള്. നാളെ ഒരു അമ്മയാണ്. അങ്ങനെ ഒരുവൾക്ക് പക്വതയില്ലാന്ന് തോന്നിയാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു കുടുംബിനിയാക്കി മാറ്റേണ്ടത് നിന്റെ കടമയാ. അത് ചെയ്യാതെ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? നീ ആരോടാടി സംസാരിക്കുന്നത്? ഉണ്ണിയേട്ടനോട് നേർക്ക് നേരെ സംസാരിക്കാൻ നീ ആയോ? ദേ, ഈ വീടിനകത്ത് കാരണമില്ലാത്ത ആരെങ്കിലും എനിക്ക് നേരെ കയർത്ത് സംസാരിച്ചാ യുക്തമായ മറുപടി കൊടുക്കണമെന്നാണ് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. കണ്ണേട്ടന്റെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് അദ്ദേഹത്തെ അനുസരിച്ചേ പറ്റൂ. അനുസരണ കൂടിപ്പോയാലേ നിന്റെ കാരണത്തെ പാട് വീഴും. പിന്നെ എന്റെ കൈ ആ സമയത്ത് ഞാനങ്ങ് കണ്ടിച്ചു കളയുമല്ലോ. നിന്നെക്കാളും ജോലി ചെയ്ത കയ്യാ ഇത്. ആ പാടിനേക്കാളും വലിയ പാട് നിന്റെ കരണത്ത് വീഴും. ദേ, കൊച്ചിനെ കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിപ്പിക്കാൻ നോക്കിയിട്ട് നീ കൊച്ചമ്മയാകുന്നോ? ഞാൻ കൊച്ചമ്മയാവാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആരുടെ മുമ്പിലും ഇനി കൊച്ചാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്ന് വഴക്കിടാതെ പോവാൻ നോക്കടി. അമ്മ പോവാൻ പറയുമ്പോ പോവേണ്ട കാര്യം എനിക്കില്ല. ഇപ്പോഴിവളീ ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഇനി ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോ അതിന്റെ ബാക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കാം. ഒരു അബദ്ധം പറ്റിപ്പോയി, സോറി. എന്റെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ വലിച്ചു കേറിയനെ. ഞാൻ ഇതുവരെ അവരുടെ മുഖത്തോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി തലതാഴ്ത്തി നിന്നിട്ടൊന്നും കാര്യമില്ല. മനഃപൂർവ്വം അവരെന്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയതാ. അതുറപ്പല്ലേ?